ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഈസ്റ്ററിൻ്റെ നമ്മുടെ സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഇടാനായിട്ട് പറ്റുന്നത്. അപ്പം ഓൾറെഡി ഷോർട്സിലൂടെ ഞാൻ നമ്മുടെ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ടൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ പിള്ളേർ അവർ ഡ്രോ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആദ്യമേ തന്നെ ചെയ്തത്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവർ ഡ്രോ ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനതൊക്കെ വെച്ച് പിന്നെ സ്കൂളിൽ നിന്ന് അവർക്ക് ഈസ്റ്റർ ചോക്ലേറ്റൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈസ്റ്ററിനെ ഒന്ന് മോഡീകരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ തന്നെ അതൊക്കെ എടുത്തൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. സ്കൂളിൽ നിന്ന് തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന അവർ ചെയ്ത നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അത് പേപ്പർ കളഞ്ഞെങ്കിലും ഇത് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുമല്ലോ, നമ്മുടെ കയ്യിൽ. നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്നും ഓർമ്മിക്കാൻ മാത്രം നമ്മുടെ ഈ വീഡിയോസ് നഷ്ടപ്പെടാതെ നമ്മുടെ ഇതിനകത്ത് കിടന്നോളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് വെച്ച് പിന്നെ ഈസ്റ്ററിൻ്റെ വിശേഷം എന്ന് പറയാൻ ഞങ്ങൾ രാത്രിയിലാണ് തലേദിവസം, അതായത് സൺഡേ ആണ് ഈസ്റ്റർ എങ്കിൽ സാറ്റർഡേ നൈറ്റിലെ കുർബാനയ്ക്കാണ് ഞങ്ങൾ പോയത്. ഒരു 3 hours എടുത്തു കേട്ടോ കുർബാന. എല്ലാവരും ടയേർഡായി. ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് പോയത്. നല്ല രസമായിരുന്നു. ക്യാൻഡിലൊക്കെ കത്തിച്ചുകൊണ്ടുള്ള നല്ലൊരു, അതായത് പുതിയ തുടക്കത്തിന് ഇത് കാണിച്ചുകൊണ്ടുള്ളൊരു വിശേഷമാണല്ലോ ഈസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഉയർപ്പെന്ന് പറയുന്നത് അതാണല്ലോ, പുതിയൊരു ജീവനിലേക്ക്, അതായത് പുതിയ കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പം അതിനോടനുബന്ധിച്ച് പുതിയ വെള്ളവും പുതിയ ലൈറ്റും ഒക്കെ കത്തിച്ച് നമ്മൾ എല്ലാം പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു. പിന്നെ ഞാൻ ഓൾറെഡി എനിക്ക് അവധിയായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫുഡെല്ലാം റെഡിയാക്കി വെച്ച്. ഈ പ്രാവശ്യത്തെ ഈസ്റ്ററിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൂടുതൽ ഫുഡും എനിക്കുണ്ടാക്കാൻ പറ്റി. സാധാരണ എപ്പോഴും ഹസ്ബൻഡാട്ടോ എല്ലാ ഫുഡും തന്നെ ഉണ്ടാക്കി തരുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഈ പ്രാവശ്യം ഒരു കാര്യം മാത്രമേ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റി. കാരണം എനിക്ക് 2 days ഹോളിഡേ ആയിരുന്നു, അവധിയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് എല്ലാം മേടിച്ച് ഞങ്ങൾ എല്ലാം കൂടെ ഞാൻ ഇന്നൊക്കെ പ്ലാൻ പറഞ്ഞു. അതൊക്കെ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഈസിയാക്കി തന്നു. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞാനുണ്ടാക്കിയതൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ മെയിനായിട്ട് ഞാനുണ്ടാക്കിയത് സ്റ്റാർട്ടറായിട്ട് ട്യൂണ കട്ട്ലേറ്റാണ് കേട്ടോ. ട്യൂണ കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ട്യൂണ കട്ട്ലേറ്റും അതിനോടൊപ്പം സോസിനകത്ത് ഞാൻ മൈനസിനകത്ത് ഒനിയൻ ഇട്ടിട്ട് സവോള അരിഞ്ഞിട്ടിട്ട് എടുത്ത് പിന്നെ കെച്ചപ്പും കൂടെ വെച്ചു. അങ്ങനെയാകട്ടെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നല്ലൊരു സെർവിങ് പ്ലേറ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് റാബിറ്റിൻ്റെ ഷേപ്പുള്ള, ഈ കട്ട്ലേറ്റ് വെച്ചിരിക്കുന്ന റാബിറ്റിൻ്റെ ഷേപ്പുള്ള പ്ലേറ്റും ഒപ്പം ക്യാരറ്റിൻ്റെ ഷേപ്പുള്ള പ്ലേറ്റ്, അതിനകത്ത് നമ്മൾ സോസും വെച്ചു. പിന്നെ കുടിക്കാനായിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബ്രാൻഡി അതൊക്കെ ഉണ്ട് കേട്ടോ. വൈൻ സെറ്റൊക്കെ വരേണ്ടത് നമ്മൾ യൂസ് ചെയ്തില്ല. ഈ സമയത്ത് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ മെയിനായിട്ടും പൈനാപ്പിൾ ജ്യൂസാണ്. അതുപോലെ അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയത് മെയിൻ ഡിഷ് എന്ന് പറയുന്നത് കപ്പ ഉണ്ടാക്കി. കപ്പയും മീൻ കറിയും ഉണ്ടാക്കി. പിന്നെ നമ്മുടെ പിടിയും കോഴിയും. പക്ഷെ ഇതൊന്നും പിള്ളേർ ഓർത്തില്ല കേട്ടോ. പിള്ളേർ കഴിക്കുന്നതേ ഞാൻ ഓർത്തിട്ടില്ല. ഓർത്തില്ല. ഹസ്ബൻഡ് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ പ്രാവശ്യത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് പിള്ളേരെല്ലാവരും കഴിച്ചു എന്നുള്ളതാണ്. അവർ എന്നോട് ഇങ്ങോട്ട് പറയും, അമ്മ എല്ലാ ഫുഡും കുറേശ്ശെ വേണം, ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും ടേസ്റ്റ് ചെയ്തു. അതിൽ ഇളയാൾക്ക് മാത്രം പിടി ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ മെയിനായിട്ട് ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ് റൈസ് വിത്ത് ചിക്കൻ ഗ്രില്ല് ചെയ്തത്. ഇതൊക്കെയായിരുന്നു വിഭവങ്ങൾ. പക്ഷേ ഞാൻ ഒരു ഈസ്റ്റർ ഹാമ്പറും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. നമ്മൾ പുതിയ ഒരു ബാസ്ക്കറ്റ് മേടിച്ചിരുന്നു കേട്ടോ. ബാസ്ക്കറ്റിനകത്ത് ഞാൻ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്ന ബണ്ണീസിനൊക്കെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം, അതായത് വാഷിംഗ് മെഷീനകത്തിട്ട് ഞാൻ വാഷെല്ലാം ചെയ്തതിന് ശേഷം എടുത്ത് നമ്മൾ അതിന് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈസ്റ്റർ എഗ്സും കൂടി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് ഓരോ പാക്കറ്റ് ഈസ്റ്ററിൻ്റെ ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈസ്റ്ററിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. എല്ലാവരുടെ കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുള്ള ആ സന്തോഷം, പള്ളിയിലൊക്കെ പോയിട്ടുള്ളതൊക്കെ പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.